ബിഗ് ബോസ് മലയാളം സീസൺ 7 കളി നടക്കുന്നത് ബിഗ് ബോസ് ഹൗസിലാണെങ്കിലും ശരിക്കും യഥാർത്ഥ കളി നടക്കുന്നത് ഹൗസിന് പുറത്ത് നാട്ടുകാർക്കിടയിലാണ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം, ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നൊരു കാഴ്ചയാണ് PR കഥ. നിലവിൽ എവിക്റ്റായി പോകുന്നവർക്കൊന്നും PR ഇല്ല, അവിടെ നിൽക്കുന്നവർക്ക് മാത്രമാണ് PR ഉള്ളത് എന്ന് പറഞ്ഞിട്ട് കണ്ടസ്റ്റൻസ് കുറച്ച് പേര് വന്ന് സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾ എവിക്റ്റ് ആവാൻ കാരണം ഞങ്ങൾക്ക് PR ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് അവിടെ കളിച്ചിട്ടും ഞങ്ങളെ പുറത്താക്കി ബിഗ് ബോസ്, അത് PR-ൻ്റെ കളി കൊണ്ടാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില കണ്ടസ്റ്റൻസ് വന്നിട്ട് പുറത്ത് കിടന്നിട്ട് ആലക്കി വെളുപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ചാണ് നമുക്കിത് സംസാരിക്കാനുള്ളത്. 1-2 വീഡിയോകളൊക്കെ നമുക്ക് കാണാം. അതിനകത്ത് എനിക്ക് ഒരാളെ ചലഞ്ച് ചെയ്യാനുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും ഹൈപ്പൊക്കെ ഒന്ന് കുത്തി വെച്ചോളൂ. PR ടീമുകൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, നമ്മൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്താൽ, ഇപ്പോൾ അഖിൽ മാരാർ അനുമോളുടെ PR ആണെന്നാണ് പറയുന്നത്. കാരണം അഖിൽ മാരാർ അനുമോളെ സപ്പോർട്ട് ചെയ്ത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നോർമലി സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണോ കാണുന്നത് ശരിയായിട്ട് തോന്നുന്നത് അത് ഞാൻ സംസാരിക്കാറുണ്ട്. അതിപ്പോൾ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ശരിയെന്ന് പറയും, തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് പറയും. അത് മറ്റൊരാളുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നെവിന് പണിഷ്മെൻറ്റ് കൊടുത്തു. മണി ബാങ്ക് അല്ലെങ്കിൽ പണപ്പെട്ടി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നെവിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ബിഗ് ബോസ് കൊടുത്തതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ബിഗ് ബോസിന് നെവിനെ അത്രയധികം പണിഷ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നെവിനെ പുറത്ത് കളയുമായിരുന്നു. കളഞ്ഞില്ല. ബിഗ് ബോസിൻ്റെ ആവശ്യം നെവിൻ അവിടെ വേണം, നെവിൻ ഉണ്ടെങ്കിൽ കോണ്ടന്റുകൾ ഉണ്ടാകും എന്നൊരു ധാരണ ബിഗ് ബോസിനുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ബിഗ് ബോസിനുള്ളത് കൊണ്ട് തന്നെ നെവിനെ പുറത്തേക്ക് കളയില്ല. പകരം എന്ത് ചെയ്തു? ഒരു പണിഷ്മെൻ്റായിട്ട് ഈ ഒരു കാര്യം കൊടുത്തു. പക്ഷേ ഇന്നലെ ആ പണമഴ അതുപോലെ മറ്റ് പല ടാസ്കുകളിലും നെവിന് പണമെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞെങ്കിലും നെവിൻ പോയി കാശ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചെക്ക് അടിച്ചു മാറ്റുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് മറ്റൊരാൾക്ക് കൊടുക്കാനും പറയുന്നുണ്ട്. നെവിൻ അത് പലർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒരു വലിയൊരു എമൗണ്ട് വന്നപ്പോഴേക്കും അത് അക്ബറിന് കൊടുക്കുകയും ചെയ്തു. ആ ചെക്ക് നെവിൻ മേടിച്ച് വെക്കുകയും ചെയ്തു. ഇത് നെവിൻ അക്ബറിന് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അതിൻ്റെ പകുതിയായിരിക്കും ഒരു പക്ഷേ അക്ബറിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ കളികളാണ്. പുറത്തേക്ക് എവിക്റ്റായി പോയ വ്യക്തികൾ അവിടെ നിൽക്കുന്നവരെ പലരെയും ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവരുടെ PR-കളാണ് ഞങ്ങളെ പുറത്താക്കിയത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ PR-കൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി വിൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? PR-കൾ ഉണ്ടെന്ന് പറഞ്ഞ് മാത്രം ഇപ്പോൾ ബിഗ് ബോസിൽ പോകുന്ന ഒരാൾ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാൻ ചോദിച്ചോട്ടെ, സാബുമാൻ എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത്? എന്തെങ്കിലും ചെയ്തിട്ടാണോ? അപ്പോൾ സാബുമാന് PR ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്കറിയില്ല സാബുമാന് PR ഉണ്ടെന്നുള്ളത്. പക്ഷേ മറ്റ് പല കണ്ടസ്റ്റൻസിനെയും പുറത്താക്കാൻ വേണ്ടി, അതായത് എനിക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അയാൾക്ക് വോട്ട് ചെയ്യില്ല, പകരം ഇവൻ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് വോട്ട് ചെയ്യും. ഞാൻ അവിടെ ഓരോ ദിവസവും ആൾക്കാർ എന്തൊക്കെ ചെയ്യുന്ന നോക്കിയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്, പേഴ്സണലി പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഇന്നത്തെ ദിവസം അവിടെ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് അക്ബർ ആണെങ്കിൽ ഉറപ്പായിട്ടും കൊടുക്കുന്ന വോട്ട് അക്ബറിനായിരിക്കും. നാളെ മറ്റൊരാളാണെങ്കിൽ അയാൾക്കാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്കൊരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഉണ്ട് അതുകൊണ്ട് അയാൾക്ക് മാത്രമേ ഞാൻ വോട്ട് ചെയ്യൂ, അങ്ങനെ ഞാൻ നോക്കാറില്ല. പക്ഷേ പല ജനങ്ങളും വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്ക് ഫേവറേറ്റ് ആയിട്ട് ഒരാളുണ്ടാവും, അവർക്ക് തന്നെ വോട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അവർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവർക്ക് തന്നെ വോട്ട് കൊടുക്കും. അത് ഓരോരുത്തരുടെയും ചിന്താഗതിയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് 2 വ്യക്തികളാണ് പുറത്തിറങ്ങിയിട്ട് PR-കളെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു, മറ്റു പലരുടെ എവിക്ഷൻ അൺഫെയർ ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വീഡിയോ വയ്ക്കുകയാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ആര്യൻ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ബിഗ് ബോസ് ആര്യനോട് കാണിച്ചത് ചതിയല്ലേ? ഇങ്ങനെ ആര്യനോട് ചെയ്യാൻ പാടുണ്ടായിരുന്നു. ആര്യന്റെ എവിക്ഷൻ അൺഫെയർ ആയി പോയി എന്ന് പറയുന്ന ഒരു പറ്റം ആളുകളും മറ്റു സൈഡിലെ ആളുകൾ പറയുന്നു നന്നായി, അവൻ അങ്ങനെ തന്നെ വേണം, അവന് കുറച്ച് അഹങ്കാരം കൂടുതലായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും നൂറേനെ ഉട്ടക്കണ്ടിട്ട് നോക്കിയില്ലേ, ഇങ്ങനെ പറയുന്ന മറ്റു ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഒരു 2-3 ദിവസമായിട്ട് ആര്യനെ സപ്പോർട്ട് ചെയ്ത് കുറേ സെലിബ്രിറ്റീസ് പോസ്റ്റ് ഇടുന്ന ഞാൻ കണ്ടു. സോ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആര്യന്റെ എവിക്ഷൻ അൺഫെയർ ആയി പോയി എന്ന് പറയുന്ന ഒരു 99% ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിംഗ് സെലിബ്രിറ്റീസ് ആൻഡ് ഓൾസോ നമ്മുടെ BB കണ്ടസ്റ്റൻസ്. ഇനി എന്റെ അഭിപ്രായം എന്താണെന്ന് ഞാൻ പറയട്ടെ. ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് സീസൺ 7-ലെ ബെസ്റ്റ് ഗെയിമേഴ്സിൽ ഒരാളാണെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയും. എന്റെ ടോപ്പ് 5-ൽ എപ്പോഴും പറയുന്ന പേര് ആര്യൻ തന്നെയാണ്. ആര്യൻ കാണും, അക്ബർ കാണും, അനീഷ് കാണും എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് പോകുന്നത് അന്നത്തെ ഇവന്റിൽ പോലും. പക്ഷെ എന്തോ ആര്യൻ എവിക്റ്റായി. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ എവിക്ഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ? ഞാൻ പറയാം. ഇപ്പം ബിൻസി ഇറങ്ങിയ സമയത്ത്, ബിൻസി ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി ഇറങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നി ഇവർ ഇറങ്ങേണ്ടവരല്ലല്ലോ. കാരണം അത്യാവശ്യം ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു. അവർക്ക് ഗെയിം അവരുടെ പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനുള്ള സമയം കിട്ടിയില്ല. അതിന് മുന്നേ അവർ എവിക്റ്റായി പോയി. അതിനൊരു പക്ഷേ കാരണം ബിൻസിനെ ഞാൻ അറിയുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ്. RJ ബിൻസി എന്ന പേര് പോലും കേൾക്കുന്നത് ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഒന്ന് അറിഞ്ഞു വരുന്നതിന് മുൻപ് തന്നെ അവർ എവിക്റ്റായി പോയി. ഇതുപോലെ തന്നെയാണ് മുൻഷി രഞ്ജിത്ത്. അദ്ദേഹത്തിനെ കുറേയധികം ആൾക്കാർക്ക് അറിയാം. ഇപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ഫസ്റ്റ് വീക്കിൽ പുറത്തായ ആളാണ്. അപ്പോൾ ഇങ്ങനെ തുടക്കത്തിൽ ആൾക്കാർക്ക് അറിയപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ അറിയാതെ പോകുന്ന ആൾക്കാർ ഒരുപാട് പേര് പുറത്ത് പോയിട്ടുണ്ട്. എന്നാൽ ആര്യൻ്റെ എവിക്ഷൻ ഞാൻ ആദ്യം വിചാരിച്ചത്, ഇപ്പോൾ ബിൻസിൻ്റെ എവിക്ഷൻ അൺഫെയർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ
വോട്ട് ചെയ്യുന്നതനുസരിച്ചാണല്ലോ. അവർക്ക് അറിയുന്ന ആൾക്കാർ അവർ കൂടുതൽ വോട്ട് ചെയ്ത് അവിടെ നിർത്തും, അറിയാത്ത ആൾക്കാർ അവർ പുറത്ത് വിടും. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കോണ്ടന്റ് കൊടുക്കാതെ വരുമ്പോഴൊക്കെ പുറത്ത് വിടും. പക്ഷേ ബിൻസിയെ സംബന്ധിച്ച് ബിൻസിയുടെ കോണ്ടന്റ് കൊടുക്കാനുള്ള സമയം പോലും ബിൻസി കിട്ടിയിട്ടില്ല. ചെന്ന് കയറി രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ചയാണ് ബിൻസി പുറത്തേക്ക് പോകുന്നത്. ആര്യൻ്റെ കാര്യം പറയുമ്പോൾ ആര്യൻ നല്ല ഗെയിമറാണ്, നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒരാളാണ്, ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ച അക്ബറിൻ്റെയും നെവിൻ്റെയും കൂടെ ചേർന്നിട്ട് ആര്യൻ കാണിച്ച കുറേ തോന്നിയവാസങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചപ്പോഴേക്കും ആര്യൻ കൈയടിച്ചത്, ഷാനവാസ് വീണപ്പോൾ ആര്യൻ നോക്കിയിട്ട് അക്ബറിൻ്റെ കൂടെ ചേർന്ന ഡ്രാമയാണ്, അത് അഭിനയമാണ് എന്ന് പറഞ്ഞ ഒരു രീതി. അത് കൂടാതെ തന്നെ ടാസ്കുകളിൽ, അതായത് ടിക്കറ്റ് ഫിനാലെ ടാസ്കുകളിൽ ആര്യൻ കാണിച്ച കുറേ ഫൗൾ പ്ലേ ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര്യൻ്റെ പ്ലേ എന്ന് പറയുന്നത് ആ പൊടി താഴേക്ക് വീഴാതെ പിടിച്ച് നിർത്തുന്ന ആ ഒരു ടാസ്കിനകത്ത് മേളിലേക്ക് ബോൾ വന്ന് വീഴുമ്പോൾ ആര്യൻ ഓരോരോ ബോളുകളായിട്ട് താഴേക്ക് വിട്ട് ആ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. അതൊരു ഫൗൾ പ്ലേ ആണ്. അതേസമയം ഇപ്പുറത്ത് നൂറ അത് കംപ്ലീറ്റ്ലി പിടിച്ച് നിൽപ്പുണ്ട്. രണ്ടാമത്തത് കൈ രണ്ടും ബാക്കിൽ തൂങ്ങി നിൽക്കുന്ന ഒരു ടാസ്ക്, അതിനകത്തും ആര്യൻ ഫൗൾ പ്ലേ കളിച്ചു. വെള്ളം കുടിച്ചത് അത് ബിഗ് ബോസ് ആര്യനോട് കാണിച്ചൊരു കൺസിഡറേഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അനീഷ് കൊണ്ട് വെള്ളം കൊടുക്കുന്നു, ആര്യൻ കുടിക്കുന്നു, അടുത്തൊരാൾക്ക് കൊടുക്കാൻ വന്നപ്പോൾ ബിഗ് ബോസ് അത് കൊടുക്കാൻ സമ്മതിച്ചില്ല ടാസ്കിനിടയിൽ. അതുപോലെ ഈ ടാസ്കിനിടയ്ക്ക് ആര്യൻ കൈവിട്ടു. അനുമോൾ ബാഗ് എടുക്കാൻ, മഴ പെയ്തപ്പോൾ ബാഗ് എടുക്കാൻ വന്നപ്പോൾ ആര്യൻ ആദ്യമേ അനുമോൾ അടുത്തെത്തുന്നതിന് മുൻപ് ആര്യൻ കൈവിട്ടു. കൈവിട്ടതിന് ശേഷം ഒന്ന് റിലാക്സ് ആയി വീണ്ടും പിടിച്ചു, വീണ്ടും അനുമോൾ വന്നെടുത്ത് കൈ വിട്ടിട്ട് ബാഗ് എടുത്ത് മാറ്റി. അപ്പോൾ ആര്യൻ പല ഗെയിമിലും ഫൗള് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. അതല്ലാണ്ട് ഇതെല്ലാം PR-ൻ്റെ തലയെ കൊണ്ട് വെച്ചിട്ട് അവിടെ നിലവിൽ കോണ്ടന്റ് ബിഗ് ബോസിന് വേണ്ടത് കോണ്ടന്റാണ്. ഈ കോണ്ടന്റ് കൊടുക്കുന്നവർ അവരവിടെ നിർത്തും. അതാണ് നടക്കുന്നത്. നിങ്ങൾക്ക് കോണ്ടന്റ് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സമയം കിട്ടിയില്ല, അത് ആരുടെ മിസ്റ്റേക്കാണ്? ജനങ്ങളുടെ മിസ്റ്റേക്കാണോ? നിങ്ങൾ നല്ലൊരു ഗെയിമറാണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള സമയം ബിൻസിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ആര്യൻ അത് കിട്ടി. ഓരോ ആഴ്ചയും ആര്യൻ നോമിനേഷനിൽ വരുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ ആര്യൻ പുറത്തു പോയില്ല? ഇത്രയും ദിവസം ആര്യനോട് നിന്നില്ലേ? അപ്പോൾ ഇത്രയും നാളത്തെ ആര്യൻ്റെ ഗെയിം നല്ലതായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ആര്യൻ്റെ ഗെയിം മോശമായിരുന്നു. ഗെയിം എന്നല്ല ഞാൻ പറഞ്ഞ, ആര്യൻ്റെ സ്വഭാവം, ആര്യൻ്റെ പെരുമാറ്റം, മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ട്രീറ്റ് ചെയ്ത രീതി, ഇതൊക്കെ മോശമായിരുന്നു. ആര്യൻ ഈ മറ്റ് കണ്ടസ്റ്റൻസിന് അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞത്, അല്ലെങ്കിൽ ആര്യൻ അവരെ മുന്നിൽ ഒന്ന് താണ് കൊടുത്തത് ഏറ്റവും അവസാനത്തെ സമയങ്ങളിലായിരുന്നു. അപ്പോഴേക്കും വീഴേണ്ട ഓട്ടൊക്കെ വീണ് കഴിഞ്ഞു. അതുകൊണ്ടാണ് ആര്യൻ പുറത്ത് പോയത്. അല്ലാണ്ട് പുറത്തിറങ്ങി വന്നിട്ട് എന്നെ ഔട്ടാക്കിയത് അനുമോളുടെ PR ആണ്, ഷാനവാസിൻ്റെ PR ആണ്, അനീഷിൻ്റെ PR ആണ്, മറ്റവരുടെ PR ആണ്, മറിച്ചവരുടെ PR ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങളാണ് ഔട്ട് ചെയ്യുന്നത്. ആര്യൻ എവിക്റ്റ് ആയപ്പോൾ എനിക്കും ആദ്യം ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ഗെയിമർ പുറത്തായാലോ, എന്തുകൊണ്ടായിരിക്കും? ഞാൻ പിന്നെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എൻ്റെ ചിന്തയാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തുക. എനിക്ക് മനസ്സിലായ കാര്യം, ആര്യൻ്റെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ഗെയിം വളരെ മോശമായിരുന്നു. ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ പോലും ഫൗൾ പ്ലേകളായിരുന്നു. അതുകൊണ്ടാണ് ആര്യൻ പുറത്തു പോയത്. ഇനി അടുത്തൊരു ചേച്ചിയുടെ മെഴികൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. വാ. ഹായ്, ഹലോ, നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ ഇതാ ഒരു അൺഫെയർ എവിക്ഷൻ ആൻഡ് എ ഷോക്കിംഗ് എവിക്ഷൻ ഓഫ് ആര്യൻ കൂടി കഴിഞ്ഞിരിക്കുന്നു. 85 ദിവസങ്ങൾ അല്ലേ, 80 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഫിനാലെ വീക്ക് അടുക്കുമ്പോൾ, ഇനി അടുത്തത് ഫിനാലെ വീക്കിന് തൊട്ടുമ്പോൾ ഒരു വീക്ക് കൂടി ഉള്ളൂ. ഇനി രണ്ട് ആഴ്ചകൾ കൂടി ഉള്ളൂ ഈ ഷോ അവസാനിക്കാനായിട്ട്. ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദിസ് സീസൺ, അതായത് ഫിസിക്കൽ ടാസ്കിലായാലും മെന്റൽ ടാസ്കിലായാലും വളരെ മനോഹരമായി കളിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തി കൂടി പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആക്ച്വലി എല്ലായ്പ്പോഴും ബിഗ് ബോസിന്റെ ടീം പറയാറുണ്ട്, ഇത് ജനങ്ങളുടെ കയ്യിലാണ്. ലാലേട്ടൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ കയ്യിലാണെന്ന്. അത് മനസ്സിലാവുന്നുണ്ട്. കാരണം അകത്ത് നടക്കുന്ന കളികളെക്കാൾ കൂടുതൽ പുറത്താണ് ബിഗ് ബോസിൽ കളികൾ നടക്കുന്നത്. അതായത് അകത്ത് ഷോ എങ്ങനെ നന്നാക്കാം എന്ന് ആലോചിക്കുന്നതിനേക്കാളും എങ്ങനെ ആ ഒരു ഷോയെ കൊളവാക്കാമെന്നാണ് പുറത്തുള്ള ആൾക്കാർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സാധാരണ ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളെയല്ല പറഞ്ഞത്. PR ടീംസ് അവിടെ കളിക്കുന്ന കളി ചില്ലറ കളിയൊന്നുമല്ല. ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും നമ്മുടെ പ്രേക്ഷകർ നമുക്ക് ഇൻസ്റ്റാഗ്രാം മെസ്സേജുകളിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ അയച്ചു തരുന്നുണ്ട്. അതായത് PR-ലൂടെ എങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളുടെ ഗൂഢതന്ത്രങ്ങളാണ് പല PR ഗ്രൂപ്പ്സുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും പേര് വെക്കാതെയും അല്ലാതെയും ഒരുപാട് ആൾക്കാർ അതിന്റെ എവിഡൻസ് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാനത് ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തിട്ടുമുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇത് അടുത്ത സീസണിലെങ്കിലും ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവട്ടെ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ അയച്ചു തരട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എവിഡൻസ് അയച്ചു തരൂ, ഞാൻ അതിന്റെ അതോറിറ്റീസിനെ ഏൽപ്പിക്കാം. വിത്ത് പേരുൾപ്പെടെ എവിഡൻസ് ഉൾപ്പെടെ മിക്കവരും എന്റെ കയ്യിലേക്ക് അയച്ചു തരുന്നുണ്ട്. ലേഡി ബിഗ് ബോസ് സ്വയം പറയുന്ന അങ്ങനെയാണല്ലോ, എന്നെ അവിടെ ലേഡി ബിഗ് ബോസ് ആയിട്ടാണ് അവരോധിച്ചിരിക്കുന്നത്. ലാലേട്ടൻ പോലും എന്നെ വിളിച്ചത് ലേഡി ബിഗ് ബോസ് എന്നാണ്. ഒരല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ ഇനിയെങ്കിലും വന്നു കിടന്ന് മെഴുകരുത് പ്ലീസ്. ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാട്സാപ്പിലേക്ക് പല ആൾക്കാരും പല PR-കളുടെ വിവരങ്ങളും പല ആൾക്കാരെയും പുറത്താക്കുന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നു എന്ന്. നിങ്ങൾ ഏഷ്യാനെറ്റിന് അയച്ചു കൊടുത്തെന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ ഏഷ്യാനെറ്റിന് മാത്രം അയച്ചു കൊടുത്തിട്ട് മിണ്ടാണ്ട് വായും പൊട്ടിയിരുന്നാൽ പോരെ? ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളെ. ഷാരിക KB എന്ന് പറയുന്ന
ബിഗ് ബോസ് എക്സ് കണ്ടസ്റ്റൻറ്റിനെ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് നിങ്ങൾ നിങ്ങളുടെ ചാനലിലൂടെയോ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൂടെയോ പുറത്തുവിടുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ചാനലുണ്ടല്ലോ, എന്താണ് റിയാലിറ്റി ബൈ KB, ആ ചാനലിൽ കൂടിയോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കൂടിയോ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്തുവിട്. എന്നിട്ട് വന്ന് ഡയലോഗ് അടിക്കുക. അതല്ലാണ്ട് ചുമ്മാ വന്നിട്ട് എനിക്ക് അത് കിട്ടി, എനിക്ക് ഇത് കിട്ടി, മറ്റത് കിട്ടി, മറിച്ചത് കിട്ടി എന്ന് വെറുതെ വന്ന് വായ്ത്താൽ അടിച്ചിട്ട് കാര്യമില്ല. തെളിയിച്ച് കാണിക്കുക, പ്രൂഫ് ഇട്ട് കാണിക്കുക. അല്ലാണ്ട് ഏഷ്യാനെറ്റിന് അയച്ചു കൊടുത്തു എന്നാൽ പിന്നെ അത് ഏഷ്യാനെറ്റ് നോക്കിക്കോളൂ. നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താണ്? നിങ്ങൾ പബ്ലിക്കിൽ ഒരു കാര്യം പറയുമ്പോൾ അതിന് പ്രൂഫ് വെച്ച് സംസാരിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോഴും പറയുന്നു, അക്ബറിൻ്റെ കാര്യമായിക്കോട്ടെ, അനുമോളുടെ കാര്യമായിക്കോട്ടെ, ഷാനവാസിൻ്റെ കാര്യമായിക്കോട്ടെ, അനീഷ്, ആദില, നൂറ, സാബുമാൻ, ആരും ആയിക്കോട്ടെ, ഇവർക്ക് PR ഉണ്ടോ PR ഇല്ലയോ ഇതൊന്നും എൻ്റെ വിഷയമല്ല, എനിക്ക് അറിയുന്ന കാര്യമല്ല. പക്ഷേ ഈ പുറത്തിറങ്ങി വന്നിട്ട് ഞങ്ങളെ തോൽപ്പിച്ചത് PRകളാണ് എന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കുമില്ല. നിങ്ങൾ അവിടെ എന്താ കാണിച്ചു കൂട്ടിയത്? ഒരു കോണ്ടന്റ് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവിടെ ഇരിക്കുന്ന 72 ക്യാമറയിൽ ഒരു ക്യാമറയിലെങ്കിലും അത് പതിയണം, വേണ്ടേ? അത് ഒരു ക്യാമറയിലെങ്കിലും അത് പതിഞ്ഞാൽ അത് പുറത്തുവിടേണ്ട കോണ്ടന്റ് ആണെങ്കിൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് നല്ല കോണ്ടന്റുകൾ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കോണ്ടന്റുകൾ പുറത്ത് വിടുക എന്നുള്ളതാണ് അവരുടെ റെസ്പോൺസിബിലിറ്റി, അവരുടെ രീതി. നിങ്ങൾ കൊടുത്ത കോണ്ടന്റുകളൊന്നും അവർക്ക് ആവശ്യമുള്ളതായിരിക്കില്ല, അതുകൊണ്ട് അവർ പുറത്ത് വിട്ടില്ല, അതുകൊണ്ട് ജനങ്ങൾ കണ്ടില്ല. ജനങ്ങൾ നോക്കുമ്പോൾ എന്താ, നിങ്ങളവിടെ ബീൻ ബാഗിലിരുന്നു, നിങ്ങളവിടെ ഹോട്ട് സീറ്റ് ഉണ്ടാക്കാൻ പോയി, സരികെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ കുടുംബവിശേഷവും അതും ഇതും ഒക്കെ ചകഞ്ഞ് അതേക്കുറിച്ച് സംസാരിച്ച് അവരെ കരയിച്ച് പിന്നെ അത് എന്താ പറയുക കെട്ടിപ്പിടിച്ച് സോറി പറഞ്ഞ് ആ രീതിയിലാണ് നിങ്ങളവിടെ ഷോ കൊണ്ടുപോയത്. അപ്പം നിങ്ങളുടെ അതും ബിഗ് ബോസ് ടീം പുറത്ത് വിട്ടു. നിങ്ങൾ കൊടുത്ത കോണ്ടന്റുകളിൽ അവർ പുറത്ത് വിടേണ്ട സാധനം പുറത്ത് വിട്ടു, പുറത്ത് വിടാൻ പറ്റാത്ത സാധനം പുറത്ത് വിട്ടില്ല, അത്രേ ഉള്ളൂ. ആര്യൻ്റെ വിഷയത്തിലും സംഭവിച്ചതിനാണ്. കഴിഞ്ഞ 85 ദിവസം ആര് നിന്നെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച വരെയും ആര്യൻ്റെ ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ആൾക്കാർ നിർത്തി. കഴിഞ്ഞ ആഴ്ച ആര്യൻ്റെ ഗെയിം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആൾക്കാർ പുറത്താക്കി. അതിന് ചുമ്മാ വന്ന് കിടന്നിട്ട് അവിടെ PR ആണ്, മറ്റതാണ്, മറിച്ചതാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് വെച്ച് സംസാരിക്കണം. ധൈര്യമുണ്ടോ? ചെയ്ത് കാണിക്കും. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം പറയുക. എന്ത് തോന്നുന്നു ഈ 2 പേരുടെ സംസാരം കേട്ടിട്ട്? ഈ കിട്ടാത്ത മുന്തിരി പൊളിക്കുമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർക്ക് ബിഗ് ബോസിനോട് പുച്ഛം, അല്ലെങ്കിൽ ബിഗ് ബോസ് എല്ലാം PR-ൻ്റെ പുറകെയാണ്. PR കേട്ട് മടുത്ത്. ഞാൻ വോട്ട് ചെയ്യുന്നത് എനിക്ക് ആരും കാശ് വന്നിട്ടല്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാളെക്കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ഞാനൊരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കാരും കാശ് തന്നിട്ടല്ല. ഇനി കാശ് തന്നിട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, എൻ്റെ എവിടെയും തൊടത്തില്ല, അത്രേ ഉള്ളൂ. സോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ എൻ്റെ ചാനലിൽ കാണുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്, ഒരുപാട് പേര്. ഇവർ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ചാനലിൻ്റെ താഴെ വരുന്ന കുറച്ച് കമൻറ്റുകളെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റുകൾ വരാറുണ്ട്. അവരാരും PR-കളല്ല, പക്ഷേ അവർ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവർ സപ്പോർട്ട് ചെയ്തോട്ടെ. അല്ലാണ്ട് ചുമ്മാ വന്ന് PR ആണ് നിങ്ങൾ എവിക്റ്റായി നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യാണ്ട് ചുമ്മാ ഞാൻ പുറത്താവേണ്ടതല്ല, ഞാനവിടെ ഗെയിം കളിക്കുമായിരുന്നു, എന്നാൽ പിന്നെ ആ കളിച്ച സാധനം പുറത്ത് കാണിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഏറ്റവും വലിയ PR ഏഷ്യാനെറ്റായിരിക്കും, ചാനലായിരിക്കും. അല്ല ഞാൻ എന്ത് പറയാനാ? സോ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യും. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.